ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും ഒരു ബാഗിന്റെ വീഡിയോ കാണാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾ എനിക്ക് റിപ്ലൈ കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും മെസ്സേജ് ഇടരുത്. അപ്പൊ നിങ്ങളുടെ നമ്പർ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴേന്നാണ് നമ്മൾ നോക്കി വരിക. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ബാഗിന്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം ഫോൺ ചെയ്യാതിരിക്കുക. കാരണം അത്രയും തിരക്കാണ്. എനിക്ക് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫോൺ കോളുകളും കൂടി വരുന്നത്. അപ്പൊ എനിക്ക് അതും കൂടി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സഹകരിക്കണം. നിങ്ങൾ എന്താണോ വേണ്ടത് അതിന്റെ മെസ്സേജ് മാത്രം ഇടുക. മാക്സിമം ഫോൺ വിളിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ബാഗിന്റെ വീഡിയോ കണ്ടു തുടങ്ങാം. കുറെ പേര് ഫാൻസി ബാഗുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് വരുന്നത് ഒരു ഫാൻസി ബാഗാണ്. ഇതും ഒരു ഗ്ലിറ്ററിങ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ചെക്കിൽ ഒരു ഗ്ലിറ്ററിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ ലോക്ക്. ഇത് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതിൽ പേപ്പറുകൾ നിറച്ചേ കുത്തിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇത് കിട്ടാത്ത. ഇത് ചെയിൻ ബാഗാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഇടാൻ പറ്റും. ഇനി ഇത്ര നീളത്തിൽ പിടിക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളം കുറച്ചും നമുക്ക് പിടിക്കാൻ പറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സിംഗിൾ കള്ളിയാണ്. പക്ഷെ സൈഡിൽ പിന്നെ വീണ്ടും ഒരു ചെറിയൊരു പോക്കറ്റ് ഇതിലുണ്ട് സിബായിട്ട്. ഇത് ഫാൻസി ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇപ്പൊ ഞാൻ കാണിച്ചത് ഈ പിങ്ക് അല്ലേ സൈഡില്. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡാണ് സൈഡിൽ വന്നിട്ടുള്ളത്. ഇതാണ് അതിന്റെ വേറൊരു ഷെയ്ഡ്. ഇതുപോലെ തന്നെ ഒരു ഗ്ലിറ്ററിങ് ഉണ്ട്. ബാക്ക് സൈഡും അതെ ചെക്കും ഗ്ലിറ്ററിങ് ആയിട്ടാണ് വരുന്നത്. സൈഡിൽ ഗോൾഡ്. പിന്നത്തത് വരുന്നത് ഇത് സൈഡിൽ ഗോൾഡ് എന്നല്ലേ, കോപ്പറിന്റെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. കാരണം അടുത്തതാണ് ഇനി ഗോൾഡിൽ വരുന്നത്. ഇതിലൊരു ഡസ്റ്റി ഗ്രീനും പിന്നെ ഒരു ഗ്ലിറ്ററും ആണ്. ചെക്ക് തന്നെ എല്ലാം സെയിം പാറ്റേൺ തന്നെ. ഈ സൈഡിലുള്ള കളറുകൾക്ക് മാത്രമാണ് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ ഈ ഫാൻസി ബാഗുകളുടെ റേറ്റ് വരുന്നത് 380. അടുത്തത് കാണിക്കുന്നത് ഇതൊരു കോസ്മെറ്റിക് മേക്കപ്പ് ബോക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ മേക്കപ്പ് ബോക്സ് അല്ല, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്ന ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് നമുക്ക് ഇതിൽ ഇങ്ങനെ നിറച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ ഇതിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലാണ് ഇതിന്റെ സൈസ് മനസ്സിലാവുള്ളൂ. ഇത്രയും പോകുന്ന സൈസാണ്. ഇത് ട്രാൻസ്പെറന്റ് ആണ്. ഇത് പിടിക്കാനായിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു പിടുത്താണ്. ഇവിടെ ഒരു പൂക്കെട്ട് പോലത്തെ ഒരു പിടുത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് തുറന്ന് കഴിയുമ്പോൾ ഇതിൽ നല്ലോണം സ്പേസ് ഉണ്ട്. നല്ലതുപോലെ ഇതിൽ സാധനങ്ങൾ കൊള്ളും. അതുപോലെ ഇതും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡില് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇതിൽ നിറച്ചിങ്ങനെ ഗ്ലിറ്റർ ആയിട്ടുള്ളതാണ്. അടിവശം എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു മേക്കപ്പ് ബോക്സ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു. ആരൊക്കെയോ എന്നോട് ചോദിച്ചായിരുന്നു മേക്കപ്പ് ബോക്സ് ഉണ്ടോന്ന്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. 2-3 പാറ്റേണിലുള്ളതുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 425. ഇനി ഇതിൽ തന്നെ ഒരു ഷെയ്ഡ്, ഇതിപ്പോ ഒരു പിങ്ക് അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണെങ്കിൽ അടുത്തത് വരുന്നത് ഗോൾഡൻ കളറാണ്. ഇതിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇതും ഇതുപോലെ തന്നെ സിബ് തുറന്ന് ഇതിൽ സാധനങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും. ഞാൻ ഇതിന്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്, ഇത്രയും സൈസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ 425 2 ഷെയ്ഡാണ്, ഒരു ഗോൾഡൻ ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും. അടുത്തത് കാണിക്കുന്നത് ഒരു മേക്കപ്പ് ബോക്സ് തന്നെയാണ്. ഇത് ട്രാൻസ്പെറന്റ് അല്ല ഈ മേക്കപ്പ് ബോക്സ്. ഇതിൽ ഞാൻ സാധനങ്ങളൊന്നും വെക്കാത്ത കാരണം നേരെ ഇരിക്കണില്ല. ഇതിനും ഇത്രയ്ക്ക് സൈസൊക്കെ അതുപോലെ തന്നെയുള്ള സൈസാണ്. ഇതുപോലെയാണ് ഇതിന്റെ പിടുത്തം വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പിടുത്തം. ഇതും എല്ലാ സ്ഥലത്തും ഇതേപോലെ ഒരുപോലെ തന്നെയാണ്. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷ് ഉള്ളത് പോലെയാണ് മുകളിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാം. ഇതും നല്ല ഭംഗിയുള്ളൊരു പീച്ചും പിങ്കും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇതിലും നല്ലോണം സാധനങ്ങൾ കൊള്ളൂട്ടോ. നല്ലതുപോലെ സ്പേസ് ഉള്ളതാണ്. നല്ലോണം സാധനങ്ങൾ കൊള്ളുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇനി ഇതിൽ തന്നെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്.
ഇതിന്റെ പിടുത്തം വരുന്നത് ഗോൾഡൻ കളർ. ഇതും ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് ഇതാ വിടർത്തി കഴിയുമ്പോൾ ഇത് നല്ല സ്പേസ് ഉണ്ട്, നല്ലോണം സാധനങ്ങൾ കൊള്ളുന്നതാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇനി അതിൽ തന്നെയുള്ള നെക്സ്റ്റ് ഷെയ്ഡാണ് ഇതാ ഇതുപോലെ. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 380, 380. നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു മേക്കപ്പ് ബോക്സ് തന്നെയാണ്. ഇതാ ഇതുപോലെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെ, ബാക്ക് സൈഡ് വരുന്നത് ബ്ലാക്ക്. ഇതിന്റെ ഉള്ളില് ഒരു ബോക്സും കൂടി ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ദാ വീണ്ടും ഇതിന്റെ ഉള്ളില് വേറൊരു ബോക്സ് കൂടി. അപ്പൊ 2 ബോക്സ് കിട്ടും. ഇത് ഒരു സെറ്റാണ്. ഇത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ 2 എണ്ണം കിട്ടും. ഇതിന്റെ ഉള്ളിൽ നിറച്ച് പേപ്പറുകൾ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിന്റെ സൈസ് കാണിക്കാൻ വേണ്ടി. ഇതും കൂടിയാണ് 2 എണ്ണം കിട്ടും ഇത് ഒരെണ്ണം മേടിച്ചാൽ. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 350 ഇതിൽ 350. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളുടെ സാധനങ്ങളൊക്കെ ബ്രഷ്, പേസ്റ്റ്, എന്തെങ്കിലും വേറെ സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുന്നതാണ്. പ്ലസ് കോസ്മെറ്റിക്സും ഒക്കെ ഇതിൽ, ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 350. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഒരു ഷോൾഡർ ബാഗ് ആണ്. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. മുകൾ വശത്ത് മാത്രം ഇങ്ങനെ ഒരു 2-3 ഞൊറി, ബാക്കും ഇതുപോലെ തന്നെയാണ് ഞൊറിഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു ബാഗാണ്. ഇതിൽ 2 ബട്ടനാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 കള്ളിയാണ് ഉള്ളത് കേട്ടോ. അപ്പൊ എപ്പോഴും എന്നോട് ചോദിക്കും വെള്ളം കുപ്പി ഇടാൻ പറ്റുമോ? ഇത് ഞാൻ ഇട്ട് കാണിക്കുകയാണ്. ഇത് ഒരു 500 ml വെള്ളം കുപ്പിയാണ്. ഇത് നമുക്കിതാ ഇതിൽ ഈസി ആയിട്ട് ഇതിൽ വെക്കാൻ പറ്റും. അതുപോലെ 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. 3 ഫോൾഡിന്റെ കുട ഈ ബാഗിൽ വെക്കാൻ പറ്റില്ല. 5 ഫോൾഡിന്റെ കുട നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 380. ഇനി ഇതില് വരുന്ന കുറച്ച് കളറുകളുണ്ട്. ഇതാണ് വേറൊരു കളറ്. ഇതിന്റെ കളർ ചോദിച്ചാല് മൗ കളർ എന്ന് പറയാൻ പറ്റില്ല, ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു ഷെയ്ഡാണ് ഇതൊരെണ്ണം. പിന്നെ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഇതൊരു ഡസ്റ്റി ഗ്രീനില്, ഭയങ്കര ലൈറ്റ് ഗ്രീനിന്റെ ഒരു സ്റ്റാർട്ടിങ് ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതൊരു ഗ്രേ ഷെയ്ഡ്, ഇതൊരു ബ്രൗൺ ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡുകളാണ് ഈ ബാഗിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 380. നെക്സ്റ്റ് ബാഗ് വരുന്നതും ഇതും ഒരു ഷോൾഡർ ബാഗ് ആണ്. ഇത് ഈ ഷേപ്പിൽ തന്നെയുള്ള ബാഗ് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു. മുമ്പ് കാണിച്ച ബാഗിന് എന്തായിരുന്നു വ്യത്യാസം എന്ന് വെച്ചാൽ, കാണുമ്പോൾ ഒരു വെൽവെറ്റിന്റെ തുണി കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെയാണോ അങ്ങനെയായിരുന്നു ആ ബാഗിന് ഉണ്ടായിരുന്നത്. ഇതില് വെൽവെറ്റിന്റെ ഫീലൊന്നുമില്ല. ഇത് നമ്മള് റെക്സിനാണ്, പക്ഷെ ഹൈ ക്വാളിറ്റി റെക്സിനാണ്, നിയർ ടു ലെതർ. നല്ല സോഫ്റ്റ് ആണ്. ഇത് പിടിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബാഗാണ്. ഇതിന് സ്ലിങ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് ആ സ്ലിങ് ഇരിക്കുന്നത്. പുറത്ത് ഒരു പോക്കറ്റ് ഉണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ സെന്ററിൽ ഒരു സിബ്. ഇതാണ് ഇതിന്റെ സ്ലിങ് കേട്ടോ. ഇത് നല്ലൊരു ബാഗാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിലും 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 500 രൂപ, 500. ഇതിൽ വരുന്ന വേറൊരു ഷെയ്ഡാണ്. അപ്പൊ ഈ കാണിച്ചത് കോഫി ബ്രൗൺ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു നല്ലൊരു ഷെയ്ഡ്. ഇതും അതെ, പിങ്ക് അല്ല, മൗവല്ല, ബീജ് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഈ 3 ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 500 രൂപ, 500 റുപ്പീസ്. നെക്സ്റ്റ് കാണിക്കുന്നതും ഒരു ഫാൻസി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതുപോലെ ചെയിൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല അത്രയും നീളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീളം കുറവിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇത് റെക്സിനിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇത് കണ്ട ഒരു കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇങ്ങനെ തരുന്ന് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇത് കിഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണിത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് 2 കള്ളി ഉണ്ട് കേട്ടോ. സെന്ററിൽ ഒരു സിബ് ഉണ്ട്. എന്നിട്ട് 2 പാർട്ടീഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും പൈസ വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 450, 450. ഇപ്പൊ ഈ കാണിച്ചത് ഒരു മൗ കളർ ആണെങ്കിൽ
ഇനി ഒരു ഷെയ്ഡ് കൂടി ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബീജ് ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഷോൾഡർ ബാഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. അപ്പം ഇത് ഇതാ കുറച്ച് ചങ്ങലയും ബാക്കിയുള്ളത് ഇതുപോലെ വാറുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റൗണ്ട് പ്രസ് ബട്ടൺ ആണ്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതിൽ സിംഗിൾ പൗച്ചാണ് കേട്ടോ. ഇങ്ങനെ ഒരു കള്ളി മാത്രമാണ് വരുന്നത്. ഇത് ചില ബാഗുകളുടെ ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെ റൗണ്ടും ചിലതിന്റെ സ്ക്വയർ ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മൊബൈലും പൈസയും മാത്രമൊക്കെ വെച്ച് അല്ലെങ്കിൽ പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ മാത്രം വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. നമുക്ക് ഷോൾഡറിലും ഇടാം, ക്രോസ് ചെയ്തും ഇടാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. ഇപ്പൊ ഞാൻ കാണിച്ച ഈ കളറ് കോഫി കളറാണ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡാണ്. ഇതാ നല്ല ഭംഗിയുള്ള ഷെയ്ഡാട്ടോ. ഈ ബ്ലൂ ഗ്രേ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്. അപ്പൊ ഇതിൽ കണ്ട ഇതിൽ രണ്ടിലും റൗണ്ട്, ഇതിൽ വരുമ്പോ സ്ക്വയർ ആയാലും റൗണ്ട് ആയാലും നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 280, 280. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്